അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് അതിൻ്റെ അവസാന ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഖുർആൻ ഇറങ്ങിയ നാളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിൻ്റെ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്. അതിൻ്റെ മഹത്വവും സവിശേഷതകളും നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ മഹത്വങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. റമളാനിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് നോമ്പ്, തഖ്വ, ഖുർആൻ, ഇവ പരസ്പര ബന്ധിതമാണ്. റമളാനിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ അഭാവത്തിൽ മറ്റൊന്നിന് പ്രസക്തിയില്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്? കുത്തിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നമ്മൾ തഖ്വയുള്ളവരായിട്ട് മാറാൻ വേണ്ടിയിട്ട്. റമളാൻ മാസത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താ? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ. എന്തിനാണ്? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് അതുവഴി മാർഗം ലഭിക്കണം, ഹിദായത്ത് ലഭിക്കണം. തഖ്വ നിലനിർത്തുവാനുള്ള വഴി നമുക്ക് കണ്ടെത്താൻ കഴിയും. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ആ ഹുദയിലൂടെയാണ് മുത്തഖികൾ ഉണ്ടായിത്തീരുക. എങ്കിൽ മാത്രമാണ് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം നോമ്പ് മാസം എന്ന് പറയുന്നത് അത് തഖ്വയുടെയും ഖുർആനിൻ്റെയും കൂടി മാസമാണ്. തഖ്വ ആർജിക്കേണ്ടത് ഖുർആനിൽ നിന്നാണ്. ആ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. ഈ ഖുർആനെ മുന്നിൽ വെച്ചുകൊണ്ട് നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വെച്ചിട്ട് അള്ളാഹുവിനോടൊരു ആവലാതി ബോധിപ്പിച്ചു. വഖാല റസൂൽ യാ റബ്ബി, റസൂൽ അള്ളാഹുവിനോട് പറയും, ഇന്ന ഖൗമി, എൻ്റെ ഈ ഖൗമുണ്ടല്ലോ, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആൻ ഇറക്കപ്പെട്ട ഈ സമുദായമുണ്ടല്ലോ, ഈ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞു പടച്ചോനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവലാതിപ്പെടാൻ ഒരു കാരണം, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിർ 32-ാമത്തെ വചനത്തിൽ ഖുർആനും നമ്മളും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ ആധികാരിക വർത്തമാനം, മുസ്ലിങ്ങളും ഖുർആനും തമ്മിലുള്ള ഒരു ബന്ധം. ثم أورثنا الكتاب الذين اصطفينا من عبادنا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥത്തെ, ഖുർആനിനെ, ثم أورثنا, നമുക്ക് അനന്തരമായി അനന്തര സ്വത്തായിട്ട് നൽകിയിരിക്കുകയാണ്. അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകളാണ് നിങ്ങൾ. ഇല്ല, അനന്തര സ്വത്ത് എല്ലാവർക്കും ലഭിക്കൂ? നമുക്കൊക്കെ അനന്തര സ്വത്ത് ബാക്കി വെച്ചിട്ട് പോകാറില്ലേ? അനന്തര സ്വത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ് നമുക്കറിയാം. ഇന്നിന്ന ആളുകൾ, എൻ്റെ ഇത്ര അടുത്ത ആളുകൾ എന്നാണ് പറയുക. ഇതുപോലെ ഖുർആനിൻ്റെ അനന്തരാവകാശികളാകാനുള്ള അർഹത ആ ഖുർആനാകുന്ന മഹാസ്വത്തിൻ്റെ, വിഭവത്തിൻ്റെ, അനന്തര സ്വത്തിൻ്റെ അവകാശി അള്ളാഹു നമ്മളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ വിഭാഗത്തിൽ 3 ആളുകളുണ്ട്. 3ആയിട്ട് ഇങ്ങനെ ഖുർആൻ തിരിക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തുന്നവർ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താത്തവർ. വമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അതിക്രമം കാട്ടിയവർ, ഈ സ്വത്ത് കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താത്തവർ. ഇല്ലേ, നമ്മൾ ചില സ്വത്തൊക്കെ കിട്ടിയിട്ട് നശിപ്പിച്ച് കളയണ ഇല്ലേ, നമുക്ക് തന്നെ ഇല്ലേ എന്നതുപോലെ ഈ ഖുർആൻ കിട്ടിയിട്ട് അതിനെ ഒരു ഉപയോഗപ്പെടുത്തിയില്ല. ഇങ്ങനൊരു സാധനം തന്നെ നമ്മുടെ കൈവശമുണ്ട് എന്ന് യാതൊരു ബോധ്യവും ഇല്ലാതെ ജീവിക്കുന്ന താന്തോന്നികൾ, അക്രമികൾ. വമിൻഹും മുഖ്തസിദ്, ചിലവരിങ്ങനെ ഒരു മധ്യമ സമുദായമാണ്. ഖുർആൻ പടച്ചോൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയതാണ്. അത്യാവശ്യം ചില നമ്മുടേതായ ആവശ്യങ്ങൾക്കൊക്കെ ഭയങ്കര ചിലപ്പോൾ റമളാൻ വരുമ്പോൾ മാത്രം ഖുർആൻ ഇങ്ങനെ എടുത്ത് വല്ലാതെ ഓതും. പിന്നെ അതുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. പിന്നെ വീട്ടിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞാലായിട്ടാണ് ഖുർആൻ, പിന്നെ ഭയങ്കര ഓർമ്മ.
അങ്ങനെ എന്തെങ്കിലും പ്രത്യേക അത്യാസന്ന ഘട്ടങ്ങളിലോ സവിശേഷ ഘട്ടങ്ങളിലോ മാത്രം ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നറിയുന്നവർ, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, തങ്ങളുടെ വിജയത്തിന്റെ മുന്നേറ്റത്തിന്റെ ജീവിതത്തിന്റെ ഓരോ നിലപാടുകളുടെയും കരുത്തായി ഊർജമായിട്ട് ഖുർആനിനെ മുന്നിൽ നിർത്തുന്നവർ. മൂന്നാമത്തെ വിഭാഗം, ദാലിക ഹുവൽ ഫളുൽ കബീർ, അതാണ് ഏറ്റവും വലിയ മഹത്തായ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ആയത്ത് ഇങ്ങനെ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ അനന്തര സ്വത്താണ് എന്ന് പറഞ്ഞു വെക്കുകയല്ല വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആഴം ഖുർആൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങളെ വെറുതെ ഇങ്ങനെ തെരഞ്ഞെടുത്ത് വിട്ടതല്ല നിങ്ങളെ, മറിച്ച് വല്ല ഇതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്ത് സൂറത്തുൽ ഫാത്തിറിലെ 31-ാമത്തെ ആയത്ത്, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഓരോ ആയത്തുകളും ഖുർആനിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് നമ്മൾ അറിയണമല്ലോ. 31-ാമത്തെ ആയത്ത്, വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അല്ലെങ്കിൽ റസൂലിലേക്ക് ഇതിനെ അല്ലാഹു ഇറക്കിയത്, ഹുവൽ ഹഖ്, അതാണ് യാഥാർത്ഥ്യം. അതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ അന്വേഷിച്ചതും കണ്ടെത്തിയതും കൊണ്ടു നടക്കുന്ന പലതുമില്ലേ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി നമ്മെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മുടെ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നത് ഖുർആനാണോ? നമ്മുടെ വീട്ടിൽ നമ്മെ നിയന്ത്രിക്കുന്നത് ഖുർആനാണോ? നമ്മുടെ സാമൂഹിക മറ്റു മേഖലകളിൽ നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ നമ്മളെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഹുവൽ ഹഖ്, ഈ ഖുർആനായി മാറണം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഇതിന്റെ വേറൊരു വർത്തമാനം കൂടെ പറയണം, മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, നിങ്ങൾക്ക് മുമ്പുള്ളതിനെ കൂടി സത്യപ്പെടുത്തിക്കൊണ്ട്. ഖുർആനിന്റെ രണ്ട് ദൗത്യം വിശദീകരിക്കുകയാണ്. പ്രത്യേകമായി നമ്മെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരേ സമയം ഖുർആനിന്റെ ആ ഒരു സംവേദനക്ഷമത ഒരേ സമയം നമ്മിലേക്കും ഈ സമുദായത്തിലേക്ക് ഇറക്കപ്പെട്ടതാണ് ഖുർആൻ. അതേസമയം ഈ സമൂഹത്തിലേക്കും ഈ ലോകത്തിലേക്കും ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പ്രവാചകൻ അള്ളാഹുവിന്റെ തിരഞ്ഞെടുത്ത പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന സമൂഹങ്ങളാണ്. ഈ സമൂഹവുമായിട്ടും ഖുർആനിന് ബന്ധമുണ്ട്. ഇങ്ങനെ രണ്ടിനെയും ഒന്നിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുകയാണ്. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആരാണ് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? മില്ലത്തു ഇബ്രാഹിം, നമ്മുടെ ആദർശ പിതാവായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ഒരു വസിയത്തുണ്ട്, വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബു യാ ബനിയ, മക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരാനിരിക്കുന്ന തലമുറകളെ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീന വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആരെയാണ്? മുസ്ലിം സമുദായത്തെ. ആരാണോ മുസ്ലിം, ഏതേത് കാലഘട്ടത്തിലെ പ്രവാചകനും പ്രവാചക സമുദായങ്ങളും മുസ്ലിം ആയിരുന്നുവോ ആ മുസ്ലിം സമുദായത്തെ വിളിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാവായ ആദർശ പിതാവായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അനന്തര സ്വത്തായിട്ട് സുമ്മ ഔറസനൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, അന്ന് തൊട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. കുറച്ച് ഇങ്ങനെ ആളുകളെ തെരഞ്ഞെടുക്കും. വലാ തമൂതുന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരണപ്പെടരുത് കേട്ടോ. ഈ ഖുർആനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാതെ കണ്ട് നമുക്ക് മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയില്ല. ആ വിളിയുടെ ആ ഒരു തലമുറകൾ കൈമാറിക്കൊണ്ട് യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാമിലേക്ക് എത്തുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, അം കുൻതും ശുഹദാ ഇദ് ഹല്ലറ യഅ്ഖൂബൽ മൗത്ത് ഇദ് ഖാലത് ലിബനി. യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാം മരണാസനായി കിടക്കുമ്പോൾ മക്കളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ഇബ്രാഹീമ വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. നമ്മളിലേക്ക് പകർന്നു തന്ന ആ ഒരു ഇസ്ലാമിയത്തുണ്ടല്ലോ, ആ ഒരു തൗഹീദ്, ഏകനായ അല്ലാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്ന വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കുമെന്ന തലമുറകളുടെ ഈ കൈമാറ്റം, ഒരു വലിയ പാരമ്പര്യ സ്വത്ത് ഇസ്ലാം നമ്മളിലൂടെ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ട് അതിൻ്റെ അവസാനത്തെ വേദം
വിശുദ്ധ ഖുർആൻ ഇനിയൊരു വേറൊരു വേദം അള്ളാഹുവിന്റെ കലാമ് വരാനില്ല. അത് ഏറ്റെടുക്കുന്നവരായി അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടാണ് നമ്മളിങ്ങനെ അനുസ്മരിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ എല്ലാ വർഷവും നമ്മൾ പറയാറുണ്ട്, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എല്ലാ റമളാനിലും പറയും റമളാൻ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്, അതിങ്ങനെ അതിൻ്റെ ഹുദയും ഫുർഖാനും ഇങ്ങനെ വേർതിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത്. മാന്യ സഹോദരന്മാരെ, ഏതാണ് നമ്മുടെ ഫുർഖാൻ? നമ്മുടെ ജീവിതത്തിന്റെ സത്യാസത്യ വിവേചനം നമ്മളെ നേർവഴിക്ക് നടത്തുന്നതിൽ വഴിതിരിച്ചു വിടുന്നത് ആ ഒരു ഫുർഖാൻ ഏതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഖുർആൻ ആണോ? അതല്ല മറ്റു വല്ല തത്വസംഹിതകളാണോ? ഖുർആനാകുന്ന ഈ ഒരു അമാനത്ത്, ثم أورثنا الكتاب الذين اصطفينا من عبادنا, ഈ ഒരു അമാനത്ത് നമ്മളെ ഏൽപ്പിച്ചു തന്നിട്ട് നമ്മൾ ആ അമാനത്തിനെ വെറും ആ ഒരു അനന്തര സ്വത്തായിട്ടാണോ കണ്ടത്? അതല്ല വെറുതെ വായിച്ചു തീർക്കുന്ന കഥ വായിക്കൂലേ? വെറുതെ രസത്തിൽ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ അർത്ഥം അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ഹിന്ദി പാട്ട് ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പാടാറുണ്ട്. അർത്ഥം അറിഞ്ഞുകൂടാ, അതെങ്ങനെയോ കേട്ട് പഠിച്ച് എങ്ങനെയോ അതിൻ്റെ ഒരു ട്യൂണിൽ രാഗത്തിൽ ഇങ്ങനെ ഓതുന്ന മാതിരി പാടുന്ന മാതിരി വെറും ഒരു വായന ഗ്രന്ഥമായിട്ടാണോ ഇത്ര വലിയൊരു അനന്തര സ്വത്ത്? നമുക്ക് അനന്തര സ്വത്ത് കിട്ടിയിട്ട് നമ്മളതിങ്ങനെ ഉപയോഗിക്കാതെ ആധാരത്തിലാക്കിയിട്ട് ഇത്ര മുതലുകൾ നമുക്കുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് ഇടക്കിട്ട് ഇങ്ങനെ ആധാരം എടുത്ത് ഇങ്ങനെ നോക്കും. അവിടുത്തെ പറമ്പ്, ഇവിടത്തെ കെട്ടിടം, ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നല്ലാതെ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഫലം സുഹൃത്തുക്കളെ? ഇതിനെ ഒരു അമാനത്തായിട്ട് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സ് തുരുമ്പ് പിടിക്കുന്നതാണ്. കൽബ് ഇന്ന ഹാദിഹിൽ ഖുലൂബു തസ്തഉ കമാ യസ്തഉൽ ഹദീസ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മുടെ കൽബ് തുരുമ്പ് പിടിച്ചു പോകും. അതെങ്ങനെയാണ് പ്രവാചകരെ? യാ റസൂലല്ലാഹ്, അതെങ്ങനെയാണ്? വമാ ജിലാഉഹ, അതെങ്ങനെയാണ് അത് മാറ്റാൻ പറ്റുക? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുൽ മൗത്ത് വതിലാവത്തുൽ ഖുർആൻ. നമ്മുടെ ഹൃദയം തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള രണ്ട് മാർഗമാണ്. ഒന്ന് ദിക്റുൽ മൗത്ത്. എന്താ ദിക്റുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എപ്പോഴായാലും നമ്മൾ മരിക്കും, നമുക്ക് ഉറപ്പാണ് മരിക്കും എന്നുള്ളത്. പക്ഷെ അതെങ്ങനെ മരിക്കണം? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത്. എങ്ങനെയാണ് മുസ്ലിമായിട്ട് മരിക്കുക? തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ അനുസരിച്ചിട്ടുള്ള ജീവിതം. തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനോടൊപ്പം ജീവിക്കാൻ, ഖുർആനിന്റെ തണൽ അതിനോട് ഇഴകിച്ചേർന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മൾ പറയൂലേ ഈ ഗ്രാമീണ ജീവിതം? ചില നാട്ടും പ്രദേശത്ത് ജീവിക്കുന്നവർ ഗ്രാമീണ ജീവിതമാണ്. നഗരജീവിതം ഗ്രാമീണ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും നഗരജീവിതം. ഈ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർ ഫ്ലാറ്റ് ജീവിതം എന്ന് പറയും. അണുകുടുംബമില്ല. അണുകുടുംബം ഒരാൾ, ഒന്നോ രണ്ടോ, ഭാര്യ, ഭർത്താവ്, ചിലപ്പോൾ ഒരു കുട്ടി. അവരുടെ ജീവിതവും സാമൂഹിക ജീവിതവും തമ്മിൽ, കൂട്ടുകുടുംബ ജീവിതവും തമ്മിൽ വളരെ വ്യത്യാസമായിരിക്കും. അവരുടെ പെരുമാറ്റങ്ങളിൽ, കൊടുക്കലുകളിൽ, വാങ്ങലുകളിൽ, ശീലങ്ങളിൽ, സംസ്കാരങ്ങളിൽ, സംസാരത്തിൽ ഒരുപക്ഷെ കുറച്ച് സ്വാർത്ഥരായിരിക്കും അണുകുടുംബം എന്ന് പറയുന്നവർ. കൂട്ടുകുടുംബം കുറച്ചും കൂടെ വിശാലമായിരിക്കും. ഇതേപോലെ നിങ്ങൾ ഖുർആനിക ജീവിതം ഒന്ന് ആലോചിച്ചു. തിലാവത്തുൽ ഖുർആൻ, ഖുർആനായിട്ടുള്ള ആ ഒരു ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ചു. ഖുർആനായിട്ട് ജീവിച്ചിട്ട് ആരാ മോശമായേക്കണം? ഖുർആൻ എന്താണ്? ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ ഖുർആൻ എന്ന് പറയുന്നത് സൃഷ്ടി പോലുമല്ല എന്നാണ്. ഖുർആൻ എഴുതപ്പെട്ട ഈ മുസ്ഹഫ് ഉണ്ടല്ലോ, ഈ മുസ്ഹഫ് എന്ന് പറയുന്നത് അതിൽ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളെ രേഖപ്പെടുത്തി വെച്ച ചട്ടക്കുള്ളിലെ വചനങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇതല്ല മുസ്ഹഫ് അല്ല ഖുർആൻ. മനസ്സിലായോ? മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഒരു വേടിങ്ങനെ ഒരു ചട്ട, ആ അള്ളാഹുവിന്റെ അതിന്റെ ഉള്ളിലുള്ള വചനങ്ങളാണ് ഖുർആൻ. കലാം, അള്ളാഹുവിന്റെ കലാം. അത് സൃഷ്ടിയല്ല എന്നാണ് പറയുന്നത്, അള്ളാഹുവിന്റെ വചനങ്ങളാണ് എന്നാണ് പറയുന്നത്. ഈ വചനങ്ങൾ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വന്ന ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ ആരാണ്? റൂഹുൽ അമീൻ, പരിശുദ്ധമായ ആത്മാവ് എന്നാണ് അറിയപ്പെടുന്നത്.
വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് എത്തിക്കാൻ അതിന്റെ വാഹകനായ വഹീവാഹകനായ റൂഹുൽ അമീനാണ് സയ്യിദുൽ മലായിക, മലായികകളുടെ നേതാവായിട്ട് മാറിയത്. അപ്പൊ ആ മഹത്വം ഒന്ന് ആലോചിച്ചു. ഖുർആൻ ഏറ്റെടുത്ത പ്രവാചകൻ സയ്യിദുൽ അംബിയ എന്നാണ് അറിയപ്പെടുന്നത്. അംബിയാക്കന്മാരുടെ നേതാവ്. ആ ഖുർആൻ ഇറക്കപ്പെട്ട സമുദായം ഖൈറു ഉമ്മത്ത്, ലോകത്തിലെ ഏറ്റവും മികച്ച സമുദായം എന്നാണ് അറിയപ്പെടുന്നത്. ആ ഖുർആൻ ഇറക്കപ്പെട്ട മാസമോ സയ്യിദി ശുഹൂർ, ഏറ്റവും ശ്രേഷ്ഠമായ മാസം, ഏറ്റവും മാസങ്ങളുടെ നേതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതിറക്കപ്പെട്ട രാത്രിയോ, ഖുർആൻ ഇറക്കപ്പെട്ട രാത്രി ലൈലത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ആ ഒരു ഒറ്റ രാത്രിക്ക് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. എന്നിട്ട് ഈ ഖുർആൻ ഏറ്റെടുത്തവർ, അതിനെ കൊണ്ടു നടക്കുന്നവരോ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവന്റെ ശ്രേഷ്ഠത അവനാണ് ഏറ്റവും ശ്രേഷ്ഠതെന്നാണ്. ഈ ഒരു മഹത്വത്തിന്റെ വാഹകരായി മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ചിലവരൊക്കെ, നിങ്ങൾ ഈ ആളുകളൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ വീക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ചില ഭാവങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പം ആൾ ഇത്തിരി സാഹിത്യകാരനാണെന്നൊക്കെ ഒരു ഭാവം ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ നല്ല ഇവിടെ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു മാസികയൊക്കെ ഒന്ന് കയ്യിൽ ഇങ്ങനെ മടക്കി പിടിച്ച്, ചിലപ്പോൾ ഒരു നീണ്ട തോൾ സഞ്ചിയൊക്കെ തൂക്കി, ഒരു നീണ്ട ജുബ്ബയൊക്കെ ഇട്ടിട്ട്, നമുക്ക് കണ്ടാൽ തോന്നും ആളൊരു സാഹിത്യകാരനാണെന്നാണ് തോന്നുന്നത്. ചില ബുദ്ധിജീവികളെ കണ്ട് സ്വയം ബുദ്ധിജീവികളായി ചമയുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് നമ്മൾ, അത് തെറ്റൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ ഒരു ഭാവം നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ആരാണ്? നമ്മൾ അഹ്ലുൽ ഖുർആൻ അല്ലേ? നമ്മൾ ഖുർആനിന്റെ ആളുകളാണ് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തണ്ടേ? റസൂല് ബോധ്യപ്പെടുത്തിയില്ലേ? റസൂല് നമുക്ക് സാക്ഷ്യം വന്ന് സഹിച്ചില്ലേ? ഞാൻ ഖുർആനിന്റെ ആളാണ് എന്ന് റസൂല് നമുക്ക് സാക്ഷ്യം വഹിച്ചു. ആ നമ്മൾ ഖുർആനിന്റെ ആളുകളാണ് എന്ന് ലോകത്തിന് സാക്ഷ്യപ്പെടുത്തണ്ടേ? ആരോ പറയുന്നുണ്ടല്ലോ, ലൈസൽ മത്ലൂബ യകൂന ഫീ ജൈബിക മുസ്ഹഫുൻ, നിങ്ങൾ വലിയ ആളാണ്, ഖുർആനിന്റെ ആളാണ്, മുസ്ലിമാണെന്നൊക്കെ അറിയാനായിട്ട് ഈ സാഹിത്യകാരന്മാരൊക്കെ ഇങ്ങനെ വലിയ പുസ്തകവും ബുദ്ധിജീവികളൊക്കെ നടക്കണമായിരുന്നു. നടക്കണ്ട. ഖുർആനൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് ഞാൻ വലിയ പണ്ഡിതനാണെന്നൊക്കെ അറിയിക്കാൻ, വലിയ ഖുർആനിന്റെ ആളാണെന്ന് നടക്കണ്ട. നിങ്ങളുടെ പോക്കറ്റിൽ ഖുർആൻ വേണ്ട. വലാകിൻ അൽ മത്ലൂബ യകൂന ഫീ അഖ്ലാഖിക ആയാത്, നിങ്ങളുടെ സ്വഭാവത്തിൽ ഖുർആനിന്റെ ഒരു വചനം മതിയെന്നാണ്. ആ മനുഷ്യൻ എന്തേ ഇങ്ങനെയായി? ജനങ്ങൾക്ക് മാതൃകയാകുന്ന, എടുത്ത് ശ്രദ്ധിക്കാവുന്ന സവിശേഷ ഗുണം, കാന ഖുൽഖുഹു ഖുർആനൻ, അവന്റെ സ്വഭാവത്തിന്റെ ഗുണം ഖുർആനായിരുന്നു. യംശി ഫിൽ അർളി ഖുർആനൻ, നടന്നു വരുന്ന ഖുർആൻ. ആ നടത്തത്തിൽ, പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, വ്യവഹാരങ്ങളിൽ മൗലവീനെ കണ്ട മാത്രമല്ല ഖുർആനിന്റെ ആളെന്ന് തോന്നേണ്ടത്. ഡോക്ടറെ കണ്ടാ തോന്നണം, രാഷ്ട്രീയക്കാരനെ കണ്ടാ തോന്നണം, അധ്യാപകനെ കണ്ടാ തോന്നണം, ഭർത്താവിനെ കണ്ടാ തോന്നണം. ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബികൾ വന്നിട്ട് ചോദിച്ചു, പള്ളിയിലുള്ള റസൂലിനെ ഞങ്ങൾക്കറിയാം, തെരുവിലുള്ള അങ്ങാടിയിലുള്ള റസൂലിനെ ഞങ്ങൾക്കറിയാം, വീട്ടിലെ റസൂൽ എങ്ങനെയാണ്? അപ്പോഴാണ് സ്വന്തം ഭർത്താവിനെ കുറിച്ചിട്ട് പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന ഖുൽഖുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭർത്താവ് ഖുർആനാണ് എന്ന്. നമുക്കിത് കഴിയണം. നമ്മുടെ സ്വഭാവത്തിൽ ഈ ഒരു ഖുർആൻ, യാ അഹ്ലൽ ഖുർആൻ ലാ തതവസ്സിദുൽ ഖുർആൻ വത്ലൂഹു ഹഖ്ക തിലാവതിഹി, നിങ്ങൾ ഖുർആനിനെ ഇങ്ങനെ തലയണയാക്കി വെക്കരുതിട്ടാ. ഖുർആനിനെ തലയണയാക്കി വെക്കാനുള്ളതല്ല, മറിച്ച് അതിനെ തിലാവത്ത് ചെയ്യുവാൻ, ജീവിതത്തിന്റെ ഭാഗമായി, നമ്മുടെ ജീവിതത്തിന്റെ ശീലങ്ങളായി മാറുവാൻ, ലൈഫ് സ്റ്റൈലായിട്ട് മാറാൻ നമുക്ക് ഖുർആൻ കഴിയണം. നമ്മൾ നമസ്കാരത്തിൽ ഭയങ്കര ശ്രദ്ധയാണല്ലോ. ഹജ്ജിന് പോകുന്നത്, ഉംറക്ക് പോകുന്നിടത്ത്, സദക്ക കൊടുക്കുന്നിടത്ത് ഒക്കെ നമ്മൾ ഭയങ്കര ശ്രദ്ധയാണ്. പക്ഷെ ഈ ഖുർആനിനെ ഈ ഒരു അർത്ഥത്തിൽ നെഞ്ചേറ്റുന്നിടത്ത് എത്ര കണ്ട് നമുക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഫമൻ ഹജറൽ ഖുർആന ഫീ റമളാൻ ഫമത്താ യസ്ലു ഇലൈഹി,
ഇപ്പോഴെങ്കിലും ഈ ഖുർആനിലേക്ക് നമുക്ക് എത്താൻ, ഈ റമളാനു ശഹ്റുൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട ഈ നാളുകളിൽ നമുക്ക് ഖുർആനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വമതാ യസ്ലു ഇലൈഹി, നമുക്ക് എപ്പോഴാണ് ഖുർആനിലേക്ക് എത്താൻ കഴിയുക? ഫമൻ ഹജറൽ ഖുർആൻ ഫീ റമളാൻ, അതുകൊണ്ട് ഖുർആനിനെ നമ്മൾ അവഗണിക്കുന്നവരായിട്ട് മാറാൻ പാടില്ല. തുമ്മ ഔറസനൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, വീണ്ടും അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് അനന്തരമായി നൽകിയ വിഭവം, ഈ വിഭവത്തെ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ, അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത് കഴിയാത്തൊരു സമുദായത്തെ കുറിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അമാനത്തിനെ അവഗണിച്ചവരെ പറ്റിയിട്ടാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് റസൂല് ആവലാതി പറയുന്നത്, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ എന്റെ ഈ സമുദായം അവഗണിച്ചു, എന്റെ കൂട്ടരാണ് അവഗണിച്ചത്, എന്റെ കൂടെയുള്ളവർ അവഗണിച്ചു കളഞ്ഞ തമ്പുരാനെ. അതുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ട, നമുക്ക് അർഹതപ്പെട്ട ഖുർആനാക്കി മാറ്റാൻ, നമ്മുടെ അനന്തര സ്വത്തായിട്ട് മാറ്റാൻ, വെറും വായിച്ചു കളയുന്ന ഒരു പുസ്തകമാക്കി മാറ്റാതെ. ഇല്ല, റമളാനിൽ നമുക്ക് ഭയങ്കര പരിചയമാണ് ഖുർആൻ. റമളാൻ കഴിഞ്ഞാൽ ഖുർആൻ അപരിചിതമായി മാറുന്ന ഒരു അവസ്ഥ. ഫലാ തകും മിമ്മൻ യഅരിഫുൽ ഖുർആൻ ഫീ റമളാന ഫഖത്ത്, റമളാനിൽ മാത്രം ഖുർആൻ തുറന്നു വെച്ച് ഇങ്ങനെ ഖത്മ തീർക്കുന്നതിനപ്പുറം ഖുർആൻ അപരിചിതമായി പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഈ ഖുർആനുമായിട്ടൊരു ബന്ധം ജീവിതത്തിൽ തുടങ്ങാൻ നമുക്കൊരു അവസരം റമളാനിലൂടെ കൈവന്നിരിക്കുകയാണ്. ഇത് റമളാനിൽ അവസാനിപ്പിക്കേണ്ടതല്ല, ഇവിടെ നിന്ന് തുടങ്ങണം. എന്നിട്ട് ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ജീവിതാന്ത്യം വരെ. നിങ്ങൾക്കറിയോ, അള്ളാഹു വേദം അവതരിപ്പിച്ചിട്ട് അതിനെ അവഗണിച്ചു കഴിഞ്ഞ, മുൻകഴിഞ്ഞു പോയ സമുദായത്തെ എത്ര നിന്ദ്യമായിട്ടാണ് അള്ളാഹു കൈകാര്യം ചെയ്തത് നമുക്കറിയൂ. അവരുടെ ജീവിതം തന്നെ ഇടുങ്ങിയതായി പോകും. സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, ജനങ്ങളാൽ വെറുക്കപ്പെടുന്നവരായി മാറും. നിങ്ങൾ ഇവിടുത്തെ സാമ്രാജ്യത്തെ സയനിസ്റ്റ് ശക്തികളെ നിങ്ങൾ നോക്കൂ. എന്താണ് അവരുടെ മതം? എന്താണ് അവരുടെ ആദർശം? അള്ളാഹു അവർക്ക് ജീവിക്കാൻ, ജീവിത രക്ഷക്ക് നൽകിയ ജീവിത ദർശനങ്ങളെ, മാർഗദർശനത്തെ, വേദങ്ങളോട് അവർ നിന്ദ്യമായി പെരുമാറിയതിന്റെ പേരിൽ, അവഗണിച്ചതിന്റെ പേരിൽ ലോകം വെറുക്കുന്നവർ അല്ല, ലോകത്തെ ഏറ്റവും വലിയ നാശകാരികൾ, ഉപദ്രവകാരികൾ. ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ലോക കലാപങ്ങൾക്ക്, അക്രമങ്ങൾക്ക്, യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നശീകരണ ശക്തികളായി മാറിയത് അവർക്ക് ലഭിച്ച വേദങ്ങളോട് അവഗണന കാണിച്ചത് കൊണ്ടാണ്, അവിടുത്തെ പ്രവാചകന്മാരോട്, അള്ളാഹുവിനോട് അവഗണിച്ചത് കൊണ്ടാണ്, ധിക്കാരം കാണിച്ചത് കൊണ്ടാണ്. വമൻ അഅറള അൻ ദിക്രി, എന്റെ ദിക്റിനെ, എന്റെ ഉത്ബോധനത്തെ നിങ്ങൾ ധിക്കരിച്ചാൽ ഫഇന്നഹു ലഹു മഈശതൻ ലങ്ക, അവരുടെ ജീവിതം ഇടുങ്ങിയതായി പോയി മാറും. എത്ര കറക്റ്റാ, നമ്മൾ തന്നെ നേർക്ക് നേർക്ക് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അഗ്മാ, നാളെ പരലോകത്ത് അവർ അന്ധരായിട്ടായിരിക്കും വരിക, ഇരുളടഞ്ഞ ശക്തികളായിട്ട് മാറും. അതുകൊണ്ട് ഖുർആൻ ഇറക്കപ്പെട്ട സമുദായമേ, ഈ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ ഖുർആനി അഖ്വാമൻ വയലഉ ബിഹി ആഖരീൻ, അല്ലാഹു ഈ ഖുർആനിനെ കൊണ്ട് ചിലരെ ഉയർത്തുന്നു, ചിലരെ താഴ്ത്തുന്നു. നമ്മൾ തീരുമാനിക്കുക, ഖുർആൻ കൊണ്ട് നിന്ദ്യരായി മാറണമോ, ഖുർആൻ കൊണ്ട് ഉയർന്നവരായി നമ്മൾ മാറണമോ? നമ്മൾ ആഗ്രഹിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അറബി കവി പറയുന്നുണ്ട്, അൽ ഖുർആനു ഫീ റമളാന നൂറുൻ വഹുദൻ, അൽ ഖുർആനു ഫീ റമളാന നൂറുൻ വഹുദൻ, മൻ ആശ മഅഹു സഇദദ് ദുനിയാ വഅദാ. റമളാനിൽ ഈ ഖുർആൻ നമുക്ക് പ്രകാശവും വെളിച്ചവും മാർഗദർശനവും ഒക്കെയാണ്. എന്നാൽ അതിന്റെ കൂടെ ജീവിച്ചാൽ, ആ ഖുർആനിന്റെ കൂടെ, മൻ ആശ മഅഹു, ആ ഖുർആനിന്റെ കൂടെ ജീവിച്ചാൽ സഇദദ് ദുനിയാ വഅദാ, ഇന്നും നാളെയും നമ്മൾ വിജയിക്കുന്നവരായി മാറും. അതാണ് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അതാ ഗ്രന്ഥം. ആ ഗ്രന്ഥം അങ്ങനെ വെക്കാനുള്ളതല്ല. ദാലിക്കൽ കിതാബ്, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ചുമരിലിരിപ്പുണ്ട്. അല്ല, ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അത് നമുക്ക് മുത്തഖികളായി മാറാൻ, മുത്തഖികൾക്കാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ സ്വർഗത്തിന്റെ മാർഗമാണ് ആ ഖുർആൻ. അതിനെ നമ്മൾ നെഞ്ചേറ്റു ചുമരുകളിൽ നിന്നെടുത്ത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങട്ടെ.
ഈ റമളാനിലെ ഖുർആൻ ഇറങ്ങുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ഖുർആൻ ഇറങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. എന്നിട്ടോ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, വിജയിക്കുന്നവരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.